ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ആണേ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് കുഞ്ഞുള്ളി, അതില്ലാത്തതുകൊണ്ട് സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ചധികം കറിവേപ്പില. പേടിക്കേണ്ട, എല്ലാത്തിൻ്റെയും അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അത് നേരെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. സമയമുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചധികം ഓയിൽ ആവശ്യമുണ്ട്. ചിക്കൻ കുക്കായി ഫ്രൈ ആവുന്ന ടൈമിൽ ചിക്കൻ മസാല ഇട്ട സെയിം ബൗളിൽ കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം ഒന്ന് ആ പാത്രത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് പെരുംജീരകം കൂടി ചേർക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതേ സെയിം ഓയിലിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 2-3 കീറിയിട്ട പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ചൂടെണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. കരിയാണ്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ ഈ മുരിഞ്ഞ മസാലയും ചിക്കൻ ഫ്രൈയും അതിൻ്റെ കൂടെ പൊറോട്ടയും അതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി പൊറോട്ട അല്ലെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.